കോഴിക്കോട്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സംഭവിച്ചിരിക്കുന്നത്. എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് CPM ഇടപെട്ടുകൊണ്ടേ ഇരിക്കുന്നത് എന്നതിൻ്റെ വളരെ പ്രത്യക്ഷമായ ഒരു ഉദാഹരണത്തിലേക്കാണ് ഇനി ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കോഴിക്കോട് നോർത്തിൽ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിൻ്റെ പ്രചരണത്തിന് ഇറങ്ങി എന്ന അതാണ് തെറ്റ് സംഭവിച്ചത് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേങ്ങേരി സ്വദേശി ധനിഷയെ അതിക്രൂരമായി CPM പ്രവർത്തകൻ മർദ്ദിക്കുന്നതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന ദൃശ്യമാണ്. ആ ദൃശ്യത്തിലേക്ക് ആദ്യം വീഡിയോ എടുത്തോ, ഉള്ള കാര്യം പറഞ്ഞോളി. തമ്മാമിൽ തെറ്റിക്കാനല്ലേ ബാക്കിയുള്ള എല്ലാരും നിങ്ങൾ ഉണ്ടാക്കുന്നത്? എന്റെ ഫോണ് അതിനെ കൊണ്ടല്ല, ഫോണ് കുറച്ച് ഓവറായിട്ട് കളിക്കുന്നുണ്ട്. എന്റെ ഫോണ് ഒരു തേങ്ങി വേണം. എന്റെ വഴി ഓടിക്കോ, ഞാൻ എന്റെ വഴിയോ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വീഡിയോ എടുത്തോ, ഉള്ള കാര്യം പറഞ്ഞോളി. തമ്മാമിൽ തെറ്റിക്കാനല്ലേ ബാക്കിയുള്ള എല്ലാരും അനഘ ഹർഷൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അനഘ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇതൊരു ഷോപ്പാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയൊക്കെ ഇങ്ങനെ ഒരു ദേഷ്യം ഇയാള് ഇത് തെമ്മാടിത്തരാണ് കാണിക്കുന്നത്. ഒരു പ്രചരണത്തിൽ പങ്കെടുത്തു എന്നതൊക്കെ ഇത്ര വലിയ രീതിയിൽ പരസ്യമായി മറ്റുള്ളവർ നോക്കി നിൽക്കെ അതിക്രൂരമായ ഒരു സ്ത്രീയെ, ഒരു വനിതയെ ആക്രമിക്കുന്നു. ഇതാണോ സ്ത്രീ സുരക്ഷ CPM-ന്? ശ്യാം, ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു യുവതിക്ക്, അതായത് ഒരു സ്ത്രീയുടെ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തു, NDAക്ക് വേണ്ടി വേങ്ങരയിൽ സജീവമായി പ്രവർത്തനത്തിനിറങ്ങി. ഇത് രണ്ടും ആരോപിച്ചാണ് ഈ വേങ്ങര സ്വദേശിയായിട്ടുള്ള ധനിഷയെ ഇത്തരത്തിൽ CPM പ്രവർത്തകൻ നേരിട്ട് ഷോപ്പിലെത്തി അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. മർദ്ദിക്കുന്നത് മാത്രമല്ല, അവർ ആ ഷോപ്പിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്, സ്വന്തം ഷോപ്പാണ്. ആ ഷോപ്പിലെത്തി അവിടെ നിന്ന് ഇവരെ പിടിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അവിടെ വെച്ച് മർദ്ദിക്കുന്നു. ഇവരുടെ കൈവശം അവർ ഈ അസഭ്യം പറയുന്നതടക്കം ഈ യുവതി ധനുഷ ഈ ഫോണിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ആ ചിത്രീകരിക്കുന്ന ഫോൺ പിടിച്ചു വാങ്ങി അത് നശിപ്പിക്കുന്നു. ഫോൺ നശിപ്പിച്ചു, അത് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ഫോൺ പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് യുവതിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സമയമായിട്ടും ഇവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് പ്രദേശത്ത്, വേങ്ങേരി പോലുള്ള ഒരു പ്രദേശം CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ ഏതാനും ചിലർ മാത്രമാണ് BJPക്ക് വേണ്ടി, LDAക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പോലീസിൽ പരാതി നൽകി തങ്ങൾ മുന്നോട്ട് പോയാൽ തങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടു പോകും എന്നാണ് ഈ യുവതി പറയുന്നത്. പക്ഷേ ഈ ഞെട്ടിക്കുന്ന ദൃശ്യം, ഒരു സ്ത്രീയോടും കേരളത്തിലെ ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരാളും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലാണ് ആ CPM പ്രവർത്തകന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഇടപെടലുള്ളത്. ആ ഷോപ്പിലേക്ക് എത്തുന്നു, മറ്റ് സ്ത്രീകൾ അവിടെയുണ്ട്, അസഭ്യം പറയുന്നു, അതിനുശേഷം ഫോൺ പിടിച്ചു വാങ്ങുന്നു. ഫോൺ പിടിച്ചു വാങ്ങിയ ഫോൺ തിരിച്ചെടുക്കാനായി ഈ യുവതി ആ CPM പ്രവർത്തകന്റെ പുറകിലേക്ക് പോകുന്നു. ആ സമയം ഫോൺ നശിപ്പിക്കുന്നു. ഈ യുവതിയുടെ ചെകിട്ടത്തടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഫോൺ നശിപ്പിച്ചു, ചെകിട്ടത്തടിക്കുന്നു. ഇതെല്ലാം ആ CCTV-യിൽ കൃത്യമായി പതിയുകയും ചെയ്തിട്ടുണ്ട്. ആ CCTV ദൃശ്യം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏത് വിധേനയും ഇത്തരത്തിലൊരു പ്രകോപനം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം ഈ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതും അത് തന്നെയാണ്. ഈ സൗത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രനീഷിന്റെ ഫ്ലെക്സ് ബോർഡുകളും മറ്റുമൊക്കെ വ്യാപകമായി നശിപ്പിച്ചുകൊണ്ട് ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഇന്ന് ഒരു സ്ത്രീയോട് പ്രചരണത്തിന് ഇറങ്ങി എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു, അസഭ്യം പറയുന്നു, മർദ്ദിക്കുക പോലും ചെയ്യുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ യുവതിയും കുടുംബവും ഇതുവരെ പോലീസിൽ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇത്രയൊരു ഗുരുതര സാഹചര്യത്തിലൂടെയാണ് കോഴിക്കോട് കടന്നു പോകുന്നത് എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ശ്യാം.